നമ്മളിൽ പലരും സന്തോഷം തേടി ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് അല്ലെ? എനിക്കത് കിട്ടിയാൽ എനിക്ക് സന്തോഷമാവും, അല്ലെങ്കിൽ എനിക്ക് ആ ലക്ഷ്യം നേടിയെടുത്താൽ ഞാൻ വളരെയധികം സന്തോഷിക്കും, എനിക്ക് ആ സാധനം കിട്ടിയാൽ സന്തോഷിക്കും, ഞാൻ അത് മേടിച്ചാൽ സന്തോഷിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളിലധികം. എന്നാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദീർഘായുസ്സും ജീവിത സംതൃപ്തിയുള്ള ആൾക്കാർ ജീവിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. ജപ്പാനിലെ ആളുകളുടെ വളരെ ലളിതമായ ഒരു ജീവിത ശൈലിയെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ആദ്യമായി ഇക്കിഗായി മെത്തേഡാണ്. ഇക്കിഗായി മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ദിവസവും കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുന്നത് എന്തെങ്കിലും ഒരു കാരണം ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. അതായത് നാളെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊരു ചെടി നടണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുട്ടിയുണ്ട് വീട്ടിൽ, അപ്പൊ കുട്ടിയോട് കളിക്കണം, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായിട്ടുള്ള എന്ത് കാര്യമാണോ നടക്കേണ്ടത് അത് ഒരു ലക്ഷ്യമായി കണ്ടുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ്. ഇതവർ വളരെ ലളിതവും വ്യക്തമായ രീതിയിട്ട് അവർ ഫോളോ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അതും വളരെ സിമ്പിളായിട്ട് അവർ ഫോളോ ചെയ്തു വരുന്ന ഒരു കാര്യമാണിത്. രണ്ടാമതായിട്ട് അവർ പറയുന്നത് ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. രാവിലെ നമ്മൾ പ്രഭാതത്തില് അങ്ങനെ ഒരു കാരണവുമായി നമ്മൾ എഴുന്നേറ്റ് വന്നു, ഇന്ന് നമ്മളൊരു കപ്പ് ചായ കുടിക്കുകയാണ്, അതായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്ത് മഴ പെയ്യാണ്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സ്മൈൽ, ആ കുട്ടിയുടെ പുഞ്ചിരി കാണാൻ. അപ്പൊ ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്നാണ്? സന്തോഷം കണ്ടെത്തുക. നമ്മൾ എല്ലാ വലിയ കാര്യങ്ങൾക്കും സന്തോഷം കണ്ടെത്തുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ചിലപ്പോൾ സന്തോഷം കണ്ടെത്താൻ മറന്നുപോകും. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരാണ് ജാപ്പനീസുകാർ. മൂന്നാമതായിട്ട് ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. നമ്മുടെ ഫാമിലിയിലുള്ളവരായിക്കോട്ടെ, നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, നമുക്ക് വേണ്ടപ്പെട്ട ആരും ആയിക്കോട്ടെ, അവരുമായിട്ട് ഒരു നല്ല റിലേഷൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതിലൂടെ അവർക്ക് കിട്ടുന്ന അവർക്കുള്ള മാനസിക സമ്മർദ്ദം അത് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടുന്നു എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ കാരണം നമ്മളൊരു സാധനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്നേഹത്തെ കാട്ടി, അല്ലെങ്കിൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തെ കാട്ടി കൂടുതൽ നമുക്ക് മനുഷ്യരിൽ നിന്ന് കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത്. അപ്പോൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധം വളരെ പ്രാധാന്യം നൽകുന്ന ആൾക്കാരാണ് അവര്. നാലാമതായിട്ട് അവർ പറയുന്നത് അവര് അമിതമായി മത്സര വിജയം അതിനെ പ്രോത്സാഹിപ്പിക്കാത്തവരാണ്. അതായത് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രം കാണുന്ന ആൾക്കാരാണ് അവര്. നമ്മൾ ഇന്നലെ എന്തായിരുന്നു, അതിൽ നിന്ന് നാളെ നമുക്ക് എന്താവാം എന്നുള്ളത് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്നവരാണ് അവര്. അതാണ് ജീവിതത്തിന്റെ യഥാർത്ഥ വളർച്ച എന്നാണ് അവര് വിശ്വസിക്കാൻ ശ്രമിക്കുന്നത്. അഞ്ചാമതായി ശരീരാരോഗ്യത്തെ അവർ നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്. നല്ല പോഷകസമൃദ്ധമായ ആഹാരത്തിന്റെ കൂടെ ഒരു ചെറിയ രീതിക്കുള്ള വ്യായാമവും അത് ഡെയിലി അവർ ചെയ്യുന്നുണ്ട്. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെയുള്ള ഒരു നടത്തം പോലും അതൊരു നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗമായിട്ട് അവർ കാണുന്നുണ്ട്. നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുമെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തേടി കണ്ടുപിടിക്കേണ്ട ഒരു ലക്ഷ്യമായിട്ടല്ല അവർ കാണുന്നത്. നമ്മൾ ദിവസവും ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളുടെയും ഒരു ഫലം, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് നമുക്ക് സന്തോഷം കിട്ടേണ്ടത് എന്നാണ് അവിടെയുള്ള ഓരോരുത്തരും അഭിപ്രായപ്പെടുന്നത്. ജാപ്പനീസ് ജീവിതശൈലിയുടെ ഈ ചെറിയ അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള ഈ ജീവിത ശൈലികൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ തന്നെ അതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. ഇതിലൂടെ കൂടുതൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് അവിടെയുള്ള ആൾക്കാർ നമുക്ക് തെളിയിച്ചു തന്നതാണ്. അപ്പൊ നമുക്കും ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയാലോ? ഇന്ന് മുതൽ നമുക്ക് ഒരു ചെറിയ മാറ്റം കൊണ്ടുവന്ന് നോക്കിയാലോ? സന്തോഷം എന്ന് പറയേണ്ടത് നാളെ വരേണ്ട കാര്യമല്ല, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കും ഇതുപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. ഫോളോ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായും മെൻഷൻ ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റു ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ടിപ്സ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്